എല്ലാവർക്കും ഡ്രീംസ് ലാൻഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് അങ്കമാലി കരയാമ്പറമ്പാണ്. അങ്കമാലി കരയാമ്പറമ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പുതിയതായിട്ട് നമ്മുടെ കൊച്ചിയിൽ ഒരു വികസനത്തിന്റെ ഒരു ഇടനാഴി വരികയാണ്, അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ്. ആ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസിന്റെ സ്റ്റാർട്ടിങ് വരുന്ന ആ കരയാമ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന് വെറും 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇവിടെ 13.5 സെന്റ് സ്ഥലത്തിൽ 2700 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 4 BHK ഒരു ലക്ഷറി വീട് നിർമ്മാണമൊക്കെ പൂർത്തീകരിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. നമുക്ക് നേരെ ആ വീടിന്റെ കാഴ്ചകളിലേക്ക് പോകാം. പറഞ്ഞു വന്നതുപോലെ തന്നെ 13.5 സെന്റ് സ്ഥലത്തിൽ 2700 സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. 4.5 മീറ്റർ വീതിയുള്ള ഒരു പ്രൈവറ്റ് ടാറർ ഫ്രണ്ടേജ് ആയി കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. പൂർണ്ണമായും ഒരു കണ്ടംപററി സ്റ്റൈൽ നിർമ്മിച്ചിട്ടുള്ള വീടിന്റെ മുറ്റത്തായി നല്ല ഒരു കിണർ ആർട്ട് വർക്ക് എല്ലാം ചെയ്ത് മനോഹരമാക്കി വെച്ചിരിക്കുന്നു. 13.5 സെന്റ് സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ വലിയൊരു മുറ്റവും വീടിന് ചുറ്റും അടുക്കളത്തോട്ടവും ഗാർഡനും എല്ലാം സജ്ജീകരിക്കാൻ അത്യാവശ്യം സ്പേസും ഈ വീട്ടിൽ നമുക്ക് ലഭിക്കുന്നു. 3-4 വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന വലിയ മുറ്റം നാച്ചുറൽ സ്റ്റോണുകൾ പാകി മനോഹരമാക്കിയിരിക്കുന്നു. കൂടാതെ വലിയ SUV വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വിധം ഒരു വലിയ ഒരു കാർ പോർച്ചും വീട്ടിൽ സജ്ജീകരിച്ചിരിക്കുന്നു. പോർച്ചിന്റെ പില്ലറുകൾക്ക് ടെസ്റ്റർ പെയിന്റുകൾ നൽകി ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിന്റെ എലിവേഷനിൽ തന്നെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നു. വീടിന്റെ ഫ്രണ്ട് എലിവേഷന് മാറ്റുകൂട്ടുന്നത് വീടിന്റെ ഫ്രണ്ട് വാളുകളിൽ നൽകിയിട്ടുള്ള ടീക്ക് പാനലുകളാണ്. ഒരു ക്ലാസിക് റോയൽ ലുക്ക് ഈ പാനലുകൾ വീടിന് പ്രദാനം ചെയ്യുന്നു. ഇനി നമുക്ക് ഈ വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. സിറ്റ് ഔട്ട് കടന്ന് നേരെ ചെല്ലുന്നത് വീടിന്റെ ലിവിംഗ് ഏരിയയിലേക്കാണ്. നല്ല രീതിയിൽ ഇന്റീരിയർ ചെയ്തിട്ടുള്ള വീടിന്റെ അകം പെട്ടെന്ന് തന്നെ ആരെയും ആകർഷിക്കുന്നതാണ്. ലിവിംഗ് ഏരിയയിൽ തന്നെ മൾട്ടിവുഡിൽ നല്ലൊരു TV യൂണിറ്റും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്റീരിയറിന് മാച്ച് ആകും വിധം സീലിംഗും ഒരുക്കിയിരിക്കുന്നത് ഇന്റീരിയർ സെക്ഷന് മാറ്റുകൂടും. 13.96 അടി നീളവും 10.64 അടി വീതിയും വരുന്ന ലിവിംഗ് ഏരിയയ്ക്ക് വേണ്ടി 148.55 സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ മാറ്റിവെച്ചിട്ടുള്ളത്. ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ കിടക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഓപ്പൺ കിച്ചൺ നൽകിയിട്ടുള്ള വീടിന്റെ കിച്ചൺ കൗണ്ടർ ഫേസ് ചെയ്യുന്നതും മുകളിലേക്കുള്ള സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യുന്നതും താഴെ 2 ബെഡ്റൂമുകളിലേക്കുള്ള എൻട്രൻസ്, പ്രയർ റൂമിലേക്കുള്ള എൻട്രി, വാഷ് ഏരിയ, കോമൺ ബാത്റൂം എന്നിവ എല്ലാം വരുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്നാണ്. ഇന്റീരിയർ സെക്ഷനിൽ ഒട്ടും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ തന്നെയാണ് ഡൈനിങ് ഏരിയയും ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. 22.31 അടി നീളവും 12.78 അടി വീതിയും വരുന്ന ഡൈനിങ് ഏരിയയ്ക്ക് 285.12 സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ മാറ്റിവെച്ചിട്ടുള്ളത്. ഡൈനിങ്ങിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. മൾട്ടിവുഡിൽ നല്ല മനോഹരമായി കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ള കിച്ചണിൽ നല്ല ഒരു മൾട്ടി ഫംഗ്ഷൻ മോഡുലാർ സിങ്കും ഒരുക്കി വെച്ചിരിക്കുന്നു. 11.7 അടി നീളവും 9.04 അടി വീതിയും വരുന്ന 105.76 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ഒരു മെയിൻ കിച്ചൺ കൂടാതെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സെക്കൻഡ് കിച്ചണും ഈ വീട്ടിൽ നമുക്ക് ലഭിക്കുന്നു. കിച്ചൺ കാഴ്ചകളിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ബിൽഡർ പ്രയർ റൂം എന്ന് പേരിട്ടിട്ടുള്ള ഒരു സ്പേസിലേക്കാണ്. 13.55 അടി നീളവും 9.68 അടി വീതിയും വരുന്ന 131.16 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു റൂം വാങ്ങുന്ന ആളുടെ ഇഷ്ടാനുസരണം പ്രയർ റൂം ആയിട്ടോ ഫാമിലി ലിവിംഗ് ആയിട്ടോ ഓഫീസ് റൂം ആയിട്ടോ എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ബെഡ്റൂമിന്റെ കാഴ്ചകളിലേക്ക് പോകാം. 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന്റെ താഴെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിട്ടുള്ളത്. നല്ല വലിപ്പമുള്ള നല്ല ഇന്റീരിയർ ചെയ്ത ബെഡ്റൂമുകൾ. താഴെ നിലയിലെ 1ാമത്തെ ബെഡ്റൂം പരിശോധിച്ചാൽ നല്ല ക്വാളിറ്റിയിൽ സീലിംഗ് വർക്കുകളും മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായ കബോർഡുകളും നല്ല പ്രീമിയം ലുക്കിൽ ഫിനിഷ് ചെയ്ത അറ്റാച്ച്ഡ് ബാത്റൂമുകളും നമുക്ക് ഈ ബെഡ്റൂമിൽ കാണാം. 15.3 അടി നീളവും 10.85 അടി വീതിയും വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 166.00 സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ വിസ്തീർണം മാറ്റിവെച്ചിട്ടുള്ളത്. വീടിന്റെ താഴെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം എടുത്ത് പരിശോധിച്ചാൽ ഏറെക്കുറെ നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിന് സമാനമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത്. കബോർഡുകളും അറ്റാച്ച്ഡ് ബാത്റൂമും എല്ലാം നമ്മൾ നേരത്തെ കണ്ട അതേ ഒരു രീതിയിൽ തന്നെ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു. 19.29 അടി നീളവും 11.89 അടി വീതിയും വരുന്ന 2ാമത്തെ ഈ ബെഡ്റൂമിന് വേണ്ടി 229.35 സ്ക്വയർ ഫീറ്റ് ആണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വീടിന്റെ മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെയറുകൾ കയറി നമ്മൾ ചെല്ലുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. മുകളിലത്തെ 2 ബെഡ്റൂമുകളിലേക്കുള്ള എൻട്രൻസ്, ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ്, ഓപ്പൺ ടെറസിലേക്കുള്ള എൻട്രൻസ് എന്നിവ എല്ലാം വരുന്നത് ഈ ഒരു അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്നാണ്.
24.92 അടി നീളവും 12.68 അടി വീതിയും വരുന്ന ഈ ഒരു അപ്പർ ലിവിംഗ് ഏരിയയ്ക്ക് വേണ്ടി 315.98 സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ മാറ്റിവെച്ചിരിക്കുന്നത്. മുകളിലത്തെ ഒന്നാം നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മൾ താഴെ കണ്ട പോലെയുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. 15.38 അടി നീളവും 10.88 അടി വീതിയും വരുന്ന ബെഡ്റൂമിന് 167.33 സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണം വരുന്നത്. മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോയാൽ 19.27 അടി നീളവും 11.90 അടി വീതിയും വരുന്ന 229.31 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമാണ് വരുന്നത്. 4 ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമും കബോർഡും എല്ലാം ഒരുപോലെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. പ്രത്യേകം അതിനെപ്പറ്റി ഞാൻ ഇവിടെ വിവരിച്ചു പോകാത്തത് അതുകൊണ്ടാണ്. ഇനി നമുക്ക് വീടിന്റെ ബാൽക്കണി ഏരിയയിലേക്ക് പോയാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പ്രീമിയം ആയിട്ട് തന്നെ ഒരു ബാൽക്കണി ഏരിയ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് കാണാനുള്ളത് വീടിന്റെ ഓപ്പൺ ടെറസ് ഏരിയ ആണ്. ഷീറ്റ് വർക്ക് ചെയ്ത് കുറച്ച് ഭാഗത്ത് ഗ്രില്ല് വർക്കുകളും നൽകിയിരിക്കുന്ന ഈ ഒരു ഓപ്പൺ ടെറസ് ഏരിയയെ ഒരു യൂട്ടിലിറ്റി ഏരിയ ആക്കി ബിൽഡർ മാറ്റിയിരിക്കുന്നു. അത്യാവശ്യം ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ നമുക്ക് ഇവിടെ എളുപ്പത്തിൽ നടത്താവുന്നതാണ്. വീടിന്റെ റൂഫിംഗിൽ കോൺക്രീറ്റിന് മുകളിൽ ആംഗ്ലെയറിൽ പ്രത്യേകം പ്രസ് വർക്ക് ചെയ്ത് സെറാമിക് ചൈനീസ് ടൈലുകൾ പാകി ഒരു എക്സ്ട്രാ റൂഫിംഗ് വരുന്നത് വീടിന്റെ ചൂട് കുറയ്ക്കാനും ലീക്കേജ് പ്രൂഫ് ആക്കി വീടിന് കൂടുതൽ ആയുസ് നൽകാനും അത് സഹായിക്കും. ഇനി നമുക്ക് ഈ വീടിന്റെ ഇലക്ട്രിക് പ്ലംബിംഗ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ MCB, ELCB എന്നിവ വരുന്നത് HPL എന്ന കമ്പനിയുടേതാണ്. ഇലക്ട്രിക് കേബിൾസ് ഫിനോലെക്സിന്റെയും സ്വിച്ചസ് എല്ലാം തന്നെ വരുന്നത് റോൾട്ടയുടെയുമാണ്. പ്ലംബിംഗ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ സാനിറ്ററി പൈപ്പ് ഫിറ്റിങ്ങുകളെല്ലാം തന്നെ ജാഗർ എന്ന കമ്പനിയുടെ ഏറ്റവും പ്രീമിയം ഐറ്റംസ് തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നു. പാരിവെയറിൻ്റെയും ഹാൻഡ്വെയറിൻ്റെയും ചില ഫിറ്റിങ്ങുകളും ചില ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കജാരി പോലുള്ള പ്രീമിയം ടൈലുകൾ കൊണ്ട് ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്ന വീട്ടിൽ പെയിന്റിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ബെർജർ എന്ന ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഫുൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടിയുടെ വിലയും മറ്റു കാര്യങ്ങളും അറിയാനായിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിന്റെ ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് 1,40,00,000 രൂപയാണ്. 13 സെന്റ് സ്ഥലമുണ്ട്, 2700 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇന്റീരിയറും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ ലീഗൽ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ വേറെ ഒരു പ്രോപ്പർട്ടി ഉണ്ടായി. നമ്മളുടെ തന്നെ ഒരു കസ്റ്റമറാണ്, നമ്മൾ ത്രൂ തന്നെയാണ് വാങ്ങിച്ചത്. അതിനുവേണ്ടി നമ്മൾ ലീഗൽ വർക്കുകളെല്ലാം ചെയ്തതാണ്. അപ്പോൾ ഇതിന്റെ ലീഗൽ ക്ലിയറൻസ് എല്ലാം തന്നെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ബാങ്ക് ലോണൊക്കെ നോക്കുന്ന ആളുകൾക്ക് നമുക്കൊരു 80% വരെ ബാങ്ക് ലോണും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടു, ഇതിന്റെ വില ഇഷ്ടപ്പെട്ടു, ഇനി കൂടുതൽ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, സീ യു അഗൈൻ.